സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചീമച്ചക്ക കൊണ്ടുള്ള മസാലക്കറിയാണ്. ഞാനൊരു ചീമച്ചക്ക എടുത്തിട്ടുണ്ട്. പിന്നെ അതിനാവശ്യത്തിന് ഒരു സവാള, കുറച്ച് വെളുത്തുള്ളി, കരിയാപ്പില, വറുത്തരച്ചാണ് ഇത് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിനുള്ള ആവശ്യമുള്ള തേങ്ങ, പിന്നെ അരിഞ്ഞിടാൻ തേങ്ങാക്കൊത്തിനായിട്ട് തേങ്ങ അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമുള്ള മസാല എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ ഒന്ന് വറുത്താണ് അരയ്ക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടി മഞ്ഞൾപ്പൊടി വരും, ഒരു സ്പൂൺ മല്ലിപ്പൊടി വരും, 1/4 ടീസ്പൂൺ മുളക് പൊടി, ഇതെല്ലാം കൂടെ ചേർത്താണ് വെക്കുന്നത്. ഇതിപ്പോൾ ഞാൻ എല്ലാം ചെത്തി വൃത്തിയാക്കി കഷ്ണമാക്കി കാണിക്കാനേ. ഇതാണ് നമ്മുടെ ചീമച്ചക്ക. തന്നെ ഇതേ നീളത്തിൽ ഞാൻ കണ്ടിച്ചെടുത്തിരിക്കുകയാണ്. കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇതിന് ഇതിനകത്ത് ഇടാൻ പോകുന്നത്. ഒരു സവാള ഞാൻ എടുത്ത് വെച്ചായിരുന്നു. ആ സവാളയുടെ തന്നെ ഇതുപോലെ കയറിയിട്ടുണ്ട്. അതും ഇതിനകത്ത് വെളുത്തുള്ളി, തേങ്ങാക്കൊത്തിടുകയാണ്. തേങ്ങയുടെ കണ്ടിച്ചിടുകയാണ്. അതുപോലെ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇടുകയാണ്. ഇതുണ്ട്. ഇത് ഇത്രയും മുളക് പൊടി ഇട്ടാൽ 1 ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി, ഉപ്പ്, കരിയാപ്പില ഇടുകയാണ്. 2-3 തണ്ട് കരിയാപ്പില ഇട്ടു. പിന്നെ അടുപ്പ വെക്കട്ടെ. ഇനി ഇത് അടുപ്പ വെക്കുകയാണേ. പിന്നെ ഇതിനാവശ്യത്തിനുള്ള വെള്ളം, ഇത് വേവാനുള്ള വെള്ളം വേണം. ഇതിന് 1/2 ഗ്ലാസ് വെള്ളമുണ്ട്. ഇനി ഇത് വേവട്ടെ. അടപ്പ വെച്ചിനി വേവട്ടെ. വെന്ത് കഴിയുമ്പോൾ ഇനി അടുത്ത പരിപാടി അരച്ച് ചേർക്കാനുള്ള തേങ്ങ വറുത്തെടുക്കണം. ഇത് എടുത്തിട്ട് ഇതും അരയ്ക്കണം. ഇതിൻ്റെ കൂടെ ഈ മസാല അരയ്ക്കണം. ഒരു 2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇതിൻ്റെ കൂടെ വറുത്തരയ്ക്കണം. മൂത്താൽ മതിയെ തേങ്ങായ, ഒത്തിരി മൂക്കണ്ടായ. ഒത്തിരി മൂത്താൽ കരിഞ്ഞു പോകും. അതിന് കരിഞ്ഞാൽ ചോക്കൊള്ളത്തില്ല. അതുകൊണ്ട് ഇതുപോലെ ചുമന്ന പരുവായാൽ മതി. ഇനി ഇതിനകത്തിലോട്ട് മല്ലിപ്പൊടി ഇടുവാണേ. ഇതുകൊണ്ടൊന്ന് ചൂടാക്കി എടുക്കണം. അത്തിയിട്ട് നമ്മുടെ ഈ മസാലയുടെ ഇതിനകത്തിലുണ്ട്. ഇതെല്ലാം കൂടെ ചൂടാക്കി എടുക്കുകയാണേ. ഇങ്ങനെ മൂത്താൽ മതി തേങ്ങ. ഇത്രയും ചൂടായാൽ മതി. തേങ്ങ ഇങ്ങനെ മൂത്താൽ മതി. മല്ലിപ്പൊടി ആ മസാലയും കൂടി ആ ചൂടിൽ കിടന്ന് മൂത്തോളും. ഇത് നമ്മൾ തണുത്ത് കഴിയുമ്പോൾ അരയ്ക്കണം. അപ്പോഴത്തെ ഈ കഷ്ണം വേവും. കഷ്ണം വെന്ത് കഴിയുമ്പോൾ ഈ കഷ്ണത്തിനകത്ത് ചേർക്കണം. നമുക്ക് മസാല കറിക്കുള്ള ചീമച്ചക്ക വെന്ത് തന്നെ ഉണ്ട്. നല്ലതായിട്ട് വെന്തു ഇല്ല എന്നുണ്ട് വെന്തു. ഇനി അതിലോട്ട് നമ്മൾ വറുത്തരച്ച് വെച്ച തേങ്ങായും മല്ലിപ്പൊടി മസാലയും കൂടെ അങ്ങോട്ട് ചേർക്കുകയാണേ. ചക്ക മസാല അരപ്പ് അങ്ങോട്ട് ഞാൻ ചേർത്തേക്കുവാണേ. ഒന്ന് തിളച്ചൊന്ന് കുറുകും. ഇത് കുറുകിയൊന്ന് എടുക്കണം നമുക്ക്. ഇത് നമ്മുടെ ഒത്തിരി വെള്ളം പോലെയുള്ള നമ്മൾ എടുക്കുന്നത്. ഇങ്ങനെ കുറുകി ഇങ്ങനെ നമ്മൾ മസാല കറിയല്ല, എന്നാൽ തോരനുമല്ല. ചീമച്ചക്ക നമ്മൾ തോരൻ വെക്കും. അതുപോലല്ല ഇത് ചെയ്യുന്നത്. വറുത്തരച്ച് തോരൻ വെച്ചിട്ടുണ്ട് ഞാൻ. ഇത് അതുപോലെയല്ല. ഇത് കുറുകിയിരിക്കണം. നമ്മളിങ്ങനെ ചിക്കനൊക്കെ വേവിച്ചാൽ എങ്ങനെ ഇരിക്കുന്നത് അതുപോലെ ഇച്ചിരി ചാറുമൊക്കെ ആയിട്ട് ഇരിക്കണം. ഒന്നുകൂടെ ഒന്ന് കുറുകിക്കോട്ടെ. ഇതിപ്പോൾ റെഡിയായി. ഇത് ഒന്നുകൂടെ ഒന്ന് കുറുകിക്കോട്ടെ. ഇതിന് കടുക് വറക്കട്ടെ. നമ്മുടെ ചീമച്ചക്ക മസാലയ്ക്ക് കടുക് വറക്കണം. അതിന് വെളിച്ചെണ്ണ ഒഴിക്കുവാണേ. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് വറ്റൽമുളകും ചുവന്നുള്ളി അരിഞ്ഞിട്ട് കടുക് വറക്കണം. ചുവന്നുള്ളി, കരിയാപ്പില ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഞാൻ തന്നെ ഉണ്ട്. ഇത്രയും സാധനം എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി, 2 വറ്റൽമുളക്, അതിനാവശ്യമുള്ള കരിയാപ്പില,
ഇനി കടുക് കൂടി ഇട്ട് കാണിക്കാം ഞാൻ. തന്നെ കടുക് വറുത്ത് ഇടുവാണ്. അതിന് നമ്മുടെ ചീമച്ചക്ക മസാല റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.